ഇന്ന് ജാനുവരി 8, പ്രിയപ്പെട്ടവർ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വചനമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ മുഴുവൻ നിങ്ങൾ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ബ്രദർ ഓർമ്മിപ്പിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, നിങ്ങളുടെ പരിചയമുള്ള എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജനുവരി 30 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന താമസിച്ചുള്ള ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ്. ശക്തി എന്ന ധ്യാനം എന്നാണ് ഈ ധ്യാനത്തിൻ്റെ പേര്. ജെഫിൻ ബ്രദറാണ് ഈ ധ്യാനം ലീഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുതിയ വർഷത്തിൽ പുതിയ അഭിഷേകം, പുതിയ കൃപയും ദൈവത്തിൽ നിന്ന് പുതിയ ശക്തി സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്ത് കേട്ടു പോയാൽ മാത്രം പോരാ. താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ അത്ഭുത വചനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവ് നമ്മളെ രക്ഷിക്കുമെന്നും കർത്താവ് നമ്മളെ വഹിക്കുമെന്നും, അല്ലേ? എപ്പോഴാണ് കർത്താവ് നമ്മളെ വഹിക്കുന്നത്? നമ്മൾ ഭാരത്താൽ തളർന്നു പോകുമ്പോൾ, അല്ലേ? മനസ്സിനുണ്ടാവുന്ന ഭാരം, ഹൃദയത്തിനുണ്ടാവുന്ന ഭാരം, ജീവിതത്തിലെ ചില അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കടക്കാർ വന്ന് നമ്മൾ നിരന്തരമായി ശല്യപ്പെടുത്തുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരെ ഭയന്നിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അങ്ങനെയുള്ളവരാണോ എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭാരപ്പെട്ട് തളർന്ന് തകർന്നിരിക്കുന്നവരെയാണ് കർത്താവ് വഹിക്കുന്നത്. എങ്ങനെ വഹിക്കും കർത്താവ്? ഈ ഭാരം കർത്താവ് എടുത്ത് മാറ്റും. ഈ ഭയം കർത്താവ് എടുത്ത് മാറ്റും. ഈ ആകുലതയെ, ഈ പ്രശ്നത്തെ കർത്താവ് എടുത്ത് മാറ്റും. കണ്ടോ? ഞാൻ നിങ്ങളെ വഹിക്കും, നിങ്ങളെ വഹിക്കും. അടുത്ത വാക്യം പറയുകയാണ്, മാത്രമല്ല ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ചുമലിലേറ്റി രക്ഷിക്കുകയും, അല്ലേ? നമ്മൾ വിശുദ്ധ ബൈബിളിൽ ചുമലിലേറ്റി രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സുവിശേഷങ്ങളിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. അവിടെ എന്താണ്, ആരെയാണ് കർത്താവ് ചുമലിലേറ്റുന്നത്? നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ കർത്താവ് തേടിപ്പിടിച്ച് ചുമലിലേറ്റി കൊണ്ടുവരുന്നൊരു കാഴ്ചയാണല്ലേ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയവരെ രക്ഷിക്കാനാണ് ആര് വന്നിരിക്കുന്നത്? മനുഷ്യപുത്രൻ, കർത്താവ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയവരാണ്, ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായോ? കർത്താവ് സകല നഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.